മാറിയെന്നും ആളുകൾ പുരോഗമിച്ചുവെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീധന പീഡനം കാരണം മരിച്ച ഈ പെൺകുട്ടികളുടെ ലിസ്റ്റിൽ വിസ്മയ, ഉത്ര, തുഷാര എന്നിങ്ങനെ മാറുന്നത് പേരുകൾ മാത്രമാണ്. കോഴിക്കോട് പന്തീരങ്കാവിലെ നവവധുവിന്റെ പേരും ഈ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടേനെ. വീട്ടുകാരുടെ സമയോചിത ഇടപെടൽ കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു. കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയരുകയാണ്. 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷം കേസുകളാണുള്ളത്. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 1961 പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം രാജ്യത്തുള്ളപ്പോഴാണ് സ്ത്രീധന പീഡനങ്ങളും ദാരുണ മരണങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചയച്ച് കടക്കണിയിലായ കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട്. കൊട്ടക്കണക്കിന് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ തന്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ഇക്കൂട്ടത്തിൽപ്പെടും. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നത് സമൂഹം നേരിടുന്ന ഭീഷണിയാണ്. പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജാമ്യമില്ലാ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നിരിക്കെയാണ് പന്തീരങ്കാവ് കേസിലെ പ്രതി രാഹുൽ ഉൾപ്പെടെയുള്ളവർ പോലീസ് തണലിൽ വിലസിയതും രാജ്യം വിട്ടതും. സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റകൃത്യമാണ്. വിവാഹ ചെലവിന് എന്ന പേരിൽ വധുവിന്റെ വീട്ടുകാരിൽ നിന്ന് വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും. വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ പട്ടിക രേഖയായി സൂക്ഷിക്കണമെന്നാണ് നിയമം. സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം. കഴിഞ്ഞ 6 വർഷത്തിനിടെ 80 യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കാതെ ജീവനൊടുക്കിയത്. ഇതിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീ കൊളുത്തിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചും കൊലപ്പെടുത്തിയ കിരാത സംഭവങ്ങൾക്കും കേരളം സാക്ഷിയായി. 15 വർഷത്തിനിടെ ഇങ്ങനെ 247 ജീവനുകളാണ് പൊലിഞ്ഞത്. വനിതാ കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 10 വർഷത്തിനിടെ 447 പരാതി. സ്ത്രീധന പീഡനത്തിനൊപ്പം ഗാർഹിക പീഡനവും കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെ. 10 വർഷത്തിനിടെ 126 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയനാടാണ് ഏറ്റവും പിന്നിൽ. കഴിഞ്ഞ 4 വർഷത്തിനിടെ 15,000-നും മുകളിൽ സ്ത്രീധന പീഡന കേസുകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.